സഹോദരന്മാരെ, എന്നാ സക്കരിയ സലാഹിയുടെ പുതിയ തൗഹീദ് അനുസരിച്ച് ശിർക്കല്ല എന്ന് പറയുന്ന സക്കരിയ സലാഹിയുടെ വീക്ഷണമനുസരിച്ച് ശിർക്കാണ് എന്ന് പറയുന്ന മൗലവിമാര് അവര് ചോദിക്കുന്ന ചില ചോദ്യമുണ്ട്. അപ്പൊ ഇക്കാലം എത്രയും നമ്മൾ മുമ്പ് ശിർക്കാണ് എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളില്ലേ? നിങ്ങളെ വാദമനുസരിച്ച് അതൊക്കെ തൗഹീദാവേണ്ടി വരൂലേ? മുജാഹിദ് നേതാക്കൾ തന്നെ ഒരു ഡോക്യുമെന്ററി പ്രസിദ്ധീകരിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം കേട്ടോളൂ. ഈ ഇതിൽ ചോദിക്കുന്ന മുഴുവൻ ചോദ്യങ്ങളും പണ്ട് മുജാഹിദുകൾ കണ്ടോ ശിർക്കാണ് എന്ന് പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളാ. ഇപ്പൊ മുജാഹിദിനെ പുടുത്തം വിട്ടുപോയി. അതാണ് നിങ്ങൾ അതിൽ മനസ്സിലാക്കേണ്ടത്. കേട്ടോളൂ. പുഴയിൽ വീണ് മുങ്ങിത്താവുകയാണ് അയാള്. അപ്പൊ അയാൾക്ക് ജിന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ പുതിയ തൗഹീദ് അനുസരിച്ച് കുഴപ്പമില്ല എന്നാ പറയുന്നത്. പുഴയിൽ വീണ് മുങ്ങിത്താഴുന്ന മനുഷ്യൻ കരയിൽ വല്ല ജിന്നുകളുമുണ്ടെങ്കിൽ എന്റെ വിളി കേട്ട് എന്നെ സഹായിക്കട്ടെ എന്ന് വിചാരിച്ച് ഓ ജിന്നുകളെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ഈ തത്വപ്രകാരം അത് ശിർക്കാവില്ല, മറിച്ച് ഹറാമായിരിക്കും. ഇനി നിർബന്ധിതാവസ്ഥയിൽ ഒരാൾ ഹറാം ചെയ്തു പോയാൽ അതിൽ വിട്ടുവീഴ്ചയുണ്ട് എന്ന തത്വം ഇതിന് ബാധകമായിരിക്കുമോ? ഒരു ബഹുനില കെട്ടിടത്തിൽ നിന്നും താഴെ വീഴുന്ന ഒരാൾ വല്ല ജിന്നുകളും പരിസരത്തുണ്ടെങ്കിൽ തന്നെ സഹായിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഓ ജിന്നുകളെ എന്നെ പിടിക്കണേ, എന്നെ രക്ഷിക്കണേ എന്ന് സഹായം തേടിയാൽ ഈ തത്വപ്രകാരം അത് ശിർക്കാവില്ല, ഹറാമേ ആകൂ. ഇവിടെയും നിർബന്ധിതാവസ്ഥയിൽ ഹറാം ചെയ്തു പോയാൽ ഇളവുണ്ടായിരിക്കും എന്ന ഇസ്ലാമിക തത്വം ബാധകമാണോ എന്ന് ഈ വാദക്കാർ വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. വാഹനമിടിച്ച് റോഡരികിലേക്ക് തെറിച്ചു വീണ് ചോരവാർന്നു കിടക്കുന്ന ഒരാൾ തന്നെ സഹായിക്കാൻ മനുഷ്യരാരെയും കാണാതാകുന്ന സന്ദർഭത്തിൽ വല്ല ജിന്നുകളും പരിസരത്തുണ്ടെങ്കിൽ വന്നു സഹായിക്കട്ടെ എന്ന് കരുതി ഓ ജിന്നുകളെ എന്നെ രക്ഷപ്പെടുത്തണേ എന്നു തേടിയാൽ ഈ തത്വപ്രകാരം അതും ശിർക്കാവില്ല. ഭീതിപ്പെടുത്തുമാറ് വിജനമായൊരു പ്രദേശത്ത് വന്നുപെട്ട ഒരു മനുഷ്യൻ അവിടെയുള്ള കാഫിർ ജിന്നുകൾ തന്നെ ഉപദ്രവിക്കുമോ എന്ന് കരുതി ഓ മുസ്ലിം ജിന്നുകളെ കാഫിർ ജിന്നുകളുടെ ഉപദ്രവത്തിൽ നിന്നും എന്നെ നിങ്ങൾ പരിരക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഈ തത്വപ്രകാരം അത് ശിർക്കാവില്ല, ഹറാമായിരിക്കും. തിരമാലകൾ ഉലച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലിൽ നിൽക്കുന്ന മനുഷ്യൻ തന്റെ വിളി കേട്ട് കപ്പലിനെ പിടിച്ചു നിർത്താൻ കഴിവുള്ള വല്ല ജിന്നുകളുമുണ്ടെങ്കിൽ തന്നെ സഹായിക്കട്ടെ എന്ന് കരുതി ഓ ജിന്നുകളെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ഈ തത്വപ്രകാരം അതും ശിർക്കാവില്ല. ചുരമിറങ്ങി വരുന്ന ഒരു വാഹനം വളവ് തിരിയുന്ന സന്ദർഭത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട് റോഡരികിലെ കൊക്കയിലേക്ക് മറിയാൻ പോകുന്ന സന്ദർഭത്തിൽ വാഹനത്തിലുള്ള മനുഷ്യൻ ഓ എന്റെ വിളി കേൾക്കുന്ന വല്ല ജിന്നുകളുമുണ്ടെങ്കിൽ എന്നെ ഈ ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ ഈ തത്വപ്രകാരം അതും ശിർക്കാവില്ല. യുദ്ധഭൂമിയിൽ ശത്രുവുമായുള്ള മൽപിടുത്തത്തിൽ ആയുധം നഷ്ടപ്പെട്ട് താഴെ വീണുപോയ ഒരു മനുഷ്യൻ തന്റെ തലയിലേക്ക് മൂർച്ചയേറിയ വാൾ ഉയർത്തുന്ന ശത്രുവിനെ കാണുന്ന സന്ദർഭത്തിൽ എന്റെ വിളി കേട്ട് എന്നെ സഹായിക്കാൻ കഴിയുന്ന വല്ല ജിന്നുകളും പരിസരത്തുണ്ടായെങ്കിലോ എന്ന് സങ്കൽപ്പിച്ച് ഓ ജിന്നുകളെ എന്നെ ശത്രുവിൽ നിന്നും ഒന്ന് കാത്തിടണേ എന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ട, ഈ തത്വപ്രകാരം അതും ശിർക്കല്ല, ഹറാമേ ആകൂ. പക്ഷേ ഈ നിർബന്ധിതാവസ്ഥയിൽ ആ ഹറാമിന് വല്ല ഇളവും നൽകപ്പെടുമോ എന്നറിയില്ല. ഇതാണ് പോലും 2012 വരെ മുജാഹിദുകൾ സ്വീകരിച്ച തൗഹീദ്. കണ്ടോ? അപ്പൊ ഇക്കാലം എത്രയും ഇവർ ശിർക്കാണെന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളാ അത് ഇപ്പൊ തൗഹീദായി മാറുകയാണ്.